കൊലപാതകങ്ങളും അർബൻ നക്സൽ പ്രവർത്തനങ്ങളും സംസ്ഥാനത്ത് വ്യാപകമാകുമ്പോൾ നിരീക്ഷണം ശക്തമാക്കാനൊരുങ്ങി പോലീസ്. നോക്കാം വിശദമായ റിപ്പോർട്ട്. കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ലോഡ്ജിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നടക്കാവ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് മലപ്പുറം വെട്ടത്തൂർ സ്വദേശിയായ ഫസീല കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ വെച്ച് കൊല്ലപ്പെട്ടത്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം കടന്നുകളഞ്ഞ പ്രതി തിരുവില്ലോമല സ്വദേശി സനൂഫിനെ പോലീസ് ചെന്നൈയിലെത്തി പിടികൂടിയിരുന്നു. ഈ കേസിലാണ് അന്വേഷണ സംഘം 510 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. ഫസീല നൽകിയ പീഡന പരാതിയിൽ സനൂഫ് നേരത്തെ ജയിലിൽ കിടന്നിരുന്നു. പുറത്തിറങ്ങിയ പ്രതി കേസ് ഒത്തുതീർപ്പാക്കാൻ എന്ന പേരിലാണ് യുവതിയെ എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ വിളിച്ചു വരുത്തിയത്. എന്നാൽ ഒത്തുതീർപ്പ് ശ്രമം നടക്കാത്തതിന്റെ വൈരാഗ്യത്തിൽ യുവതിയെ പ്രതി ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. നടക്കാവ് ഇൻസ്പെക്ടർ എൻ പ്രജീഷാണ് കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ജനം, കോഴിക്കോട്. തിരുവനന്തപുരം നെടുമങ്ങാട് വലിയ മലയിൽ വൻ ചാരായ വേട്ട. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 149 ലിറ്റർ വാറ്റ് ചാരായമാണ് സ്പെഷ്യൽ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. നെടുമങ്ങാട് വലിയമല പനക്കോട് സ്വദേശി ഭജൻ ലാലിന്റെ വീട്ടിൽ നിന്നാണ് ചാരായം കണ്ടെത്തിയത്. നെടുമങ്ങാട് സ്വദേശി ഭജൻ ലാലിന്റെ വീടിന്റെ മുറ്റത്ത് പ്രത്യേക അറകളിലായിരുന്നു ചാരായം സൂക്ഷിച്ചിരുന്നത്. പറമ്പിലെ ചീരകൃഷിക്ക് സമീപം കുഴിയിൽ ഒളിപ്പിച്ച നിലയിലാണ് 32 ലിറ്റർ വൈൻ പോലീസ് കണ്ടെത്തിയത്. 2000 മുതൽ 3000 രൂപ എന്ന നിരക്കിലായിരുന്നു ഭജൻലാൽ വാറ്റ് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകിയിരുന്നത്. ഡാൻസ് ഓഫ് ടീം നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. വേട്ടയാടി പിടിച്ചെന്ന് കരുതുന്ന കാട്ടുപന്നിയുടെ അവശിഷ്ടങ്ങളും ഭജൻലാലിന്റെ വീട്ടിൽ നിന്നും ഡാൻസ് ഓഫ് സംഘം കണ്ടെടുത്തു. വേട്ടയ്ക്കായി ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ചിരുന്ന വെടിമരുന്നും വനം വകുപ്പ് പിടികൂടി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, തിരുവനന്തപുരം. തലശ്ശേരി മണോലിക്കാവ് ഉത്സവത്തിൽ പോലീസുകാരെ ആക്രമിച്ച കേസിൽ ഒരു CPM പ്രവർത്തകൻ കൂടി അറസ്റ്റിൽ. കുട്ടിമാക്കൂൽ സ്വദേശി സഹദേവനാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ കുട്ടിമാക്കൂൽ സ്വദേശി MC ലിനേഷ് നേരത്തെ അറസ്റ്റിലായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 80-ലേറെ CPMക്കാർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. മണോളിക്കാവിൽ പോലീസുകാരെ CPMകാർ ആക്രമിച്ച സംഭവത്തിൽ നടപടിയുമായി പോലീസ് മുന്നോട്ടു പോവുകയാണ്. ഇതിന്റെ ഭാഗമായാണ് കേസിലെ പ്രതികളിലൊരാളായ കുട്ടിമാക്കൂൽ സ്വദേശി സഹദേവനെ പോലീസ് പിടികൂടിയത്. പ്രതിപട്ടികയിലുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ലിനീഷിനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. അതേസമയം 80-ലേറെ വരുന്ന CPM അക്രമകാരികളിൽ ബാക്കിയുള്ളവരെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. മണോളിക്കാവിൽ ഉത്സവത്തിനിടെ വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഘർഷമുണ്ടായത്. ഇത് തടയുന്നതിനിടെ SI ഉൾപ്പെടെയുള്ള പോലീസുകാരെ CPMകാർ ആക്രമിച്ചു. അടുത്ത ദിവസം ഈ കേസിലെ 1-ാം പ്രതിയും റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളുമായ ദിവിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിൽ കയറ്റി. പിന്നാലെ സ്ഥലത്ത് സംഘടിച്ചെത്തിയ CPMകാർ ഉദ്യോഗസ്ഥരെ പൂട്ടിയിടുകയും പ്രതിയെ ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോവുകയും ചെയ്തു. പോലീസുകാരെ കൊല്ലുമെന്ന് CPMകാർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എഴുന്നള്ളിപ്പിനിടെ CPM പ്രവർത്തകർ ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. ജനം, കണ്ണൂർ. ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരായി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ്. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലാണ് ഹാജരായത്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഷുഹൈബ് പ്രതികരിച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരായത്. ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ചോദ്യം ചെയ്യലിന് ശേഷം 25-ന് റിപ്പോർട്ട് നൽകാൻ ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുവരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് നിർദ്ദേശം. ചോദ്യം ചെയ്യലുമായി സഹകരിക്കുമെന്ന് ഷുഹൈബ്. എനിക്ക് മൊഴി കൊടുത്തേ പറ്റൂ, അധികം സംസാരിക്കാൻ പറ്റില്ല.
തീർച്ചയായും അല്ലേ? ഓ തീർച്ചയായും. ഇനിയിപ്പോ തീർച്ചയായും അതെ തീർച്ചയായിട്ടും. ഷുഹൈബിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം റിപ്പോർട്ട് നൽകുമെന്ന് ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻ കുട്ടി. മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചപ്പോൾ ചോദ്യം ചെയ്യാൻ അവസരം വേണമെന്ന് അയാളുടെ അഡ്വക്കേറ്റ് വാദിച്ചപ്പോൾ അതിനൊരു അവസരം കൊടുക്കാമെന്ന് കോടതി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ പ്രതികളായ 2 അധ്യാപകർ നേരത്തെ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായിരുന്നു. ഷുഹൈബ് പറഞ്ഞതനുസരിച്ച് തങ്ങൾ ചോദ്യപേപ്പർ തയ്യാറാക്കിയെന്നാണ് ഇവർ നൽകിയ മൊഴി. 1-ാം പ്രതിയായ ഷുഹൈബിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ജനം, കോഴിക്കോട്. മലയാള സിനിമാ പിതാവ് JC ഡാനിയലിന്റെ പ്രതിമ തകർക്കാൻ ശ്രമം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നഗരസഭാ സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ച പ്രതിമയ്ക്ക് നേരെയാണ് സാമൂഹ്യ വിരുദ്ധർ അക്രമം അഴിച്ചുവിട്ടത്. പ്രതിമയ്ക്ക് മോടി കൂട്ടാൻ സ്ഥാപിച്ച ലൈറ്റുകളും ഫിലിം റോളും സമീപത്തെ കിണറും തല്ലി തകർത്തു. നെയ്യാറ്റിൻകര പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്നു പുലർച്ചെ മൈതാനത്ത് പ്രഭാത സവാരിക്കെത്തിയവരാണ് ആദ്യം കണ്ടത്. JC ഡാനിയലിന്റെ പ്രതിമയോട് ചേർന്ന് മോടി കൂട്ടാനായി സ്ഥാപിച്ച ലൈറ്റുകളും ഫിലിം റോൾ മാതൃകകളും സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർക്കുകയും സമീപത്തെ കിണറിന്റെ ഗ്രിൽ വലിച്ചു പുറത്തിടുകയും ചെയ്തു. രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ നടത്തിയ അക്രമത്തിൽ കാര്യമായ നാശനഷ്ടമുണ്ടായി. സ്മാരകത്തോട് അനാദരവ് കാട്ടിയവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ PK രാജ്മോഹൻ പറഞ്ഞു. ഇതിനു മുമ്പും 1-2 ആവർത്തി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടുമുണ്ട്. എന്തായാലും ഏറ്റവും കേരളത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു വലിയ മനുഷ്യനാണ് JC ഡാനിയൽ. അദ്ദേഹത്തിന്റെ പ്രതിമയ്ക്ക് നേരെ അനാദരവ് കാണിക്കുക എന്ന് പറഞ്ഞാൽ കേരളീയ സംസ്കാരത്തിന് യോജിച്ചതല്ല. അത്തരം ആളുകൾ അതിൽ നിന്നെല്ലാം പിന്തിരിയണം എന്ന് വളരെ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ വളരെ വിപുലമായ രീതിയിലുള്ള ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെ പണി തൊട്ടടുത്ത് തന്നെ നടക്കുന്നതും ദൃശ്യ മാധ്യമങ്ങൾക്ക് കാണാം. അത്ര നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നെയ്യാറ്റിൻകര നഗരസഭ JC ഡാനിയെ കാണുന്നത് എന്ന് മാത്രം ബഹുമാന്യരെ ഓർമ്മ. സംഭവത്തിൽ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മോഷണ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ അക്രമം നടന്നത് എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന് പോലീസ് വ്യക്തമാക്കി. 3 വർഷം മുമ്പാണ് മലയാള സിനിമാ പിതാവായ JC ഡാനിയലിന് ആദരവർപ്പിച്ച് ജന്മനാട്ടിൽ സ്മാരകമൊരുക്കിയത്. നെയ്യാറ്റിൻകര നഗരസഭാ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്ത് സ്ഥലം കണ്ടെത്തിയാണ് സ്മാരകം സ്ഥാപിച്ചത്. ജനം, തിരുവനന്തപുരം. കണ്ണൂർ കണ്ണവത്ത് ബോംബേർ കേസിലെ പ്രതിപ്പിടിയിൽ CPM പ്രവർത്തകൻ വിജിലാണ് പോലീസിന്റെ പിടിയിലായത്. വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരുന്നതിനിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വച്ചാണ് പ്രതി പിടിയിലായത്. സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കണ്ണവം തൊടിക്കളം കൈതക്കൊല്ലിയിൽ ഹരിശ്ചന്ദ്ര സേവാ കേന്ദ്രത്തിന് സമീപം റോഡിൽ ഉഗ്രസ്ഫോടന ശേഷിയുള്ള സ്റ്റീൽ ബോംബ് എറിയുകയായിരുന്നു. സംഭവത്തിൽ അന്ന് തന്നെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതിനിടെ പ്രതി വാട്സപ്പിൽ സ്ഫോടനത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു. ഇത് അന്വേഷണത്തിൽ വഴിത്തിരിവായി. ഇതോടെ പ്രതി CPM പ്രവർത്തകനായ വിജിലാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. പോലീസ് പിന്തുടരുന്നുവെന്ന് മനസ്സിലാക്കിയ പ്രതി ഗൾഫിലേക്ക് കടക്കുകയായിരുന്നു. 1.5 വർഷത്തിനു ശേഷം പ്രതി നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന വിവരമറിഞ്ഞ് പോലീസ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുകയും പുറത്തിറങ്ങിയ ഉടനെ പ്രതിയെ പിടികൂടുകയുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജനം, കണ്ണൂർ. കണ്ണൂർ പയ്യന്നൂരിലെ ബുള്ളറ്റ് റാണിയെ MDMA-യുമായി പോലീസ് പിടികൂടി. മുല്ലക്കോടി സ്വദേശി C നിഖിലയാണ് പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്നും 4 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. സ്വന്തമായി ബുള്ളറ്റ് ഓടിച്ച് ബംഗളൂരു വരെ പോകും. മയക്കുമരുന്നുമായാണ് മടക്കം. നാട്ടിലെത്തിയാലും കറക്കം ബുള്ളറ്റിൽ തന്നെ. ബുള്ളറ്റിൽ ആവശ്യക്കാർക്കരികിലെത്തി മയക്കുമരുന്ന് കൈമാറും. അങ്ങനെയാണ് നിഖിലയ്ക്ക് ബുള്ളറ്റ് റാണി എന്ന പേര് വന്നത്. 2023 കഞ്ചാവ് വിൽക്കുന്നതിനിടെ എക്സൈസ് സംഘം പിടികൂടി. ജയിൽ മോചിതയായതിനു പിന്നാലെ മയക്കുമരുന്ന് കച്ചവടത്തിൽ സജീവമായി. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിഖില എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. തെളിവ് സഹിതം പിടികൂടാനുള്ള കാത്തിരിപ്പിനൊടുവിലാണ് നിഖിലയുടെ വീട്ടിൽ MDMA ഉണ്ടെന്ന രഹസ്യവിവരം എക്സൈസിന് ലഭിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 4 ഗ്രാം MDMA കണ്ടെടുത്തു. പിന്നാലെ എക്സൈസ് ഇവരെ കസ്റ്റഡിയിലെടുത്തു. ജനം, കണ്ണൂർ. കായംകുളത്ത് വീട്ടമ്മയെ വാടക വീട്ടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. കായംകുളം പുള്ളിക്കണക്ക് സ്വദേശി രാജേശ്വരി അമ്മയാണ് വാടക വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. ഭർത്താവ് ശ്രീവത്സൻ പിള്ളയെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു.
രോഗബാധിതയെ തുടർന്ന് ശ്രീവത്സൻ പിള്ളയും ഭാര്യ രാജേശ്വരി അമ്മയും ജീവനൊടുക്കാൻ ശ്രമിച്ചതായി പോലീസ് പറയുന്നു. ഭാര്യയുടെ നിർദ്ദേശത്തെ തുടർന്ന് ശ്രീവത്സൻ പിള്ള അവരുടെ കഴുത്തിൽ ഷാൾ മുറുക്കുകയായിരുന്നു. ഭാര്യയുടെ കഴുത്തു മുറുക്കിയ സമയം വായിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് ഭയപ്പെട്ട ശ്രീവത്സൻ ഇതിൽ നിന്നും പിന്മാറി. തുടർന്ന് ഇരുവരും വാഹനത്തിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച വീട്ടിൽ നിന്നും ഇറങ്ങി. റോഡിലെത്തിയെങ്കിലും ഭയന്ന് പിന്തിരിയുകയായിരുന്നു. തുടർന്ന് വീണ്ടും വീട്ടിലെത്തി മുൻപ് തീരുമാനിച്ചതു പ്രകാരം ഷാൾ കഴുത്തിൽ കുരുക്കി ഇരുവരും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അതോടെ ഭാര്യ മരിച്ചു. തുടർന്ന് ഭയന്നുപോയ ശ്രീവത്സൻ പിള്ള വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇവരുടെ 2 പെൺമക്കൾ പൂനെയിൽ ജോലി ചെയ്തു വരികയാണ്. ശ്രീവത്സൻ പിള്ളയും രാജേശ്വരി അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. രാജേശ്വരി അമ്മയുടെ സഹോദരി രാജലക്ഷ്മിയുടെ വീട്ടിലാണ് ഇവർ രാത്രി കഴിയുന്നത്. ഇവർ എത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിൽ രാജേശ്വരി അമ്മയെ വാടക വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പോലീസിൽ പരാതി നൽകി. ശ്രീവത്സൻ പിള്ളയുടെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ വെട്ടിക്കോട്ട് നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപുണ്ടായ വാഹനാപകടത്തിൽ ശ്രീവത്സൻ പിള്ളയ്ക്ക് തലയ്ക്ക് പരിക്കേൽക്കുകയും ഇതിനെ തുടർന്ന് മാനസികാസ്വാസ്ഥ്യം ഉള്ളതായി ബന്ധുക്കൾ പറയുന്നു. ജനം, ആലപ്പുഴ. കുന്നംകുളം പാറയംപാടത്ത് ബാറിൽ സംഘർഷത്തിൽ യുവാവിന് കുത്തേറ്റു. കുന്നംകുളം പട്ടാമ്പി റോഡിലെ ഫീൽഡ് നഗറിൽ താമസിക്കുന്ന പ്രദീപിനാണ് കുത്തേറ്റത്. ഇന്നുച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരുന്നു സംഭവം. പ്രദീപും സുഹൃത്തും മദ്യപിക്കുന്നതിനിടെ കരിക്കാട് സ്വദേശി ഷക്കീറുമായി വാക്ക് തർക്കമുണ്ടാവുകയും പ്രദീപിന്റെ സുഹൃത്ത് സനു കത്തിയെടുത്ത് ഷക്കീറിനെ കുത്താൻ ശ്രമിക്കുന്നതിനിടെ തടയാൻ ശ്രമിച്ച പ്രദീപിന്റെ കയ്യിൽ കുത്തേൽക്കുകയായിരുന്നു. തുടർന്ന് പ്രദീപിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം മലങ്കര ആശുപത്രിയിലും തുടർ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനം, തൃശൂർ. തലസ്ഥാന ജില്ലയിൽ പിടിമുറുക്കി ലഹരി മാഫിയ. തിരുവനന്തപുരം ജില്ലയിലും അതിർത്തി പ്രദേശങ്ങളിലും ടൂറിസം കേന്ദ്രങ്ങളിലും ലഹരി വസ്തുക്കളുടെ വിപണനം വർദ്ധിക്കുന്നു. മറ്റ് ലഹരി വസ്തുക്കൾക്കൊപ്പം രാസലഹരിയുടെ ഉപയോഗവും വ്യാപകമാകുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. തലസ്ഥാനത്ത് ലഹരിയുടെ വിപണനത്തിലും ഉപയോഗത്തിലും വ്യാപക വർധനവ്. സമീപ ദിവസങ്ങളിലായി അതിർത്തി പ്രദേശങ്ങളിലും നഗരപ്രദേശത്തു നിന്നും വ്യാപകമായി പോലീസ് ലഹരി മരുന്നുകൾ പിടിച്ചെടുത്തു. MDMA, ഹാഷിഷ് ഓയിൽ പോലുള്ള അതീവ ഗുരുതരമായിട്ടുള്ള മയക്കുമരുന്നുകളാണ് വിപണനം നടത്തുന്നതിൽ ഏറെയും. സ്കൂൾ കുട്ടികൾ വരെ ഈ മാഫിയയിൽ ഉൾപ്പെടുന്നു. അതിർത്തി മേഖലകളിലും രാത്രികാലങ്ങളിലും നൈറ്റ് പെട്രോളിംഗ് കർശനമാക്കിയെങ്കിലും ലഹരിയുടെ ഒഴുക്ക് തടയാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന കണക്കുകളുടെ എണ്ണം ശരാശരി 70-ന് മുകളിലാണ്. കൂടാതെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നൈറ്റ് പാർട്ടി കേന്ദ്രങ്ങളിലും രാസലഹരികൾ കണ്ടെത്താനുള്ള പരിശോധനകൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഒരാഴ്ചയിൽ അതീവ മാരകമായിട്ടുള്ള രാസലഹരി കേസുകളുടെ എണ്ണം 20-ന് മുകളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ നിരോധിച്ച ലഹരി ഉൽപ്പന്നങ്ങളും വീടുകൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എക്സൈസിൽ മതിയായ ഉദ്യോഗസ്ഥരുടെ അഭാവം മൂലം പരിശോധനകൾ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ രാത്രികാലങ്ങളിൽ കൂടുതൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും രാസലഹരി ഉൽപ്പന്നങ്ങളും പോലീസ് പിടിച്ചെടുക്കുന്നത് പതിവാണ്. ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാതെ പട്രോളിംഗ് നടത്തുന്നതിലൂടെ മാത്രമാണ് ലഹരി മരുന്നുകൾ പിടിച്ചെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ളത്. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്ത് ASCയെ കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ കുറ്റക്കാരെന്ന് നെയ്യാറ്റിൻകര കോടതി. 2021 ജനുവരിയിലാണ് ASI മനോഹരനെ അയൽവാസികൾ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട വിഷയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്.
2021 ജനുവരി 7-ാം തീയതിയാണ് അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട ASI മനോഹരനെ അയൽവാസികൾ കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയത്. മനോഹരന്റെ അയൽവാസികളായ കാഞ്ഞിരകുളം സ്വദേശികളായ സുരേഷ്, വിജയൻ, സുനിൽ എന്നിവർ വീട്ടുനടയിൽ അതിക്രമിച്ചു കയറുകയും മനോഹരനെ ഇരുമ്പ് കമ്പിപ്പാര കൊണ്ട് തലക്കടിക്കുകയും ചെയ്തു. തുടർന്ന് ഭാര്യ അനിതയെ ക്രൂരമായി മർദ്ദിച്ചു. അക്രമം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് നെയ്യാറ്റിൻകര തഹസീൽദാർ പ്രതികളുടെ വീടിന് സമീപമുള്ള ചാനൽക്കര പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിനായി എത്തിയിരുന്നു. എന്നാൽ ഇത്തരത്തിൽ തഹസീൽദാർ അന്വേഷണത്തിലെത്തിയത് മനോഹരൻ അറിയിച്ചത് പ്രകാരമെന്നായിരുന്നു അയൽവാസികളുടെ തെറ്റിദ്ധാരണ. തുടർന്ന് നടന്ന തർക്കത്തിൽ മനോഹരനെയും ഭാര്യ അനിതയെയും 3 പേരും ചേർന്ന് കമ്പിപ്പാര കൊണ്ട് മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. തലയ്ക്ക് അടികൊണ്ട് പരിക്കേറ്റ മനോഹരനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തു. സംഭവത്തിന് പിന്നാലെ പോലീസ് 3 പേരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി. തുടർന്ന് നടന്ന അന്വേഷണങ്ങൾക്കൊടുവിൽ 3 പേരും കുറ്റക്കാരാണെന്ന് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തി. കേസിലെ ഇരുവരുടെയും വാദം കേൾക്കുന്നതും വിധി പറയുന്നതും തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ജനം, തിരുവനന്തപുരം. നഗരപരിധിയിലെ മാവോവാദി പ്രവർത്തനങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ പ്രത്യേക നിരീക്ഷണം നടത്താനും നിർദ്ദേശം. പോലീസിന്റെ ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. നഗരപ്രദേശങ്ങളിലെ മാവോവാദി പ്രവർത്തനങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. മലപ്പുറം, പാലക്കാട് ജില്ലയെ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണം നടത്തണം. നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ സമീപകാലത്തിൽ വർദ്ധിച്ചു വരുന്നതായും യോഗത്തിൽ അഭിപ്രായമുയർന്നു. സംസ്ഥാനത്തെ ചില നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഗുണ്ടാ മാഫിയ ശക്തിപ്പെടുന്നു. ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കാപ്പ നിയമങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ ജില്ലാ പോലീസ് മേധാവികൾ മുൻകൈയെടുക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഗുണ്ടാ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. പോലീസിൽ ഗുണ്ടകളെ സഹായിക്കുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് DGP അവലോകന യോഗത്തിൽ വ്യക്തമാക്കി. നാട്ടിലെ മതസൗഹാർദ്ദത്തെ ബാധിക്കുന്ന രീതിയിലുള്ള എന്ത് പ്രശ്നം വന്നാലും മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന നിർദ്ദേശവും ഉയർന്നു. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ കൊലപാതകങ്ങളിലേക്ക് കടക്കുന്നു. ഇതൊരു ചെറിയ കാര്യമായി കണക്കാക്കാൻ സാധിക്കില്ല. കൂടാതെ കൂട്ട ആത്മഹത്യയുടെ പ്രവണതയും വർദ്ധിച്ചു. ഇത്തരം സംഭവങ്ങളിൽ ആദ്യഘട്ടത്തിൽ തന്നെ ശാസ്ത്രീയ പരിശോധനകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ തെളിവുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നു. സമീപകാലത്ത് നടന്ന സംഭവങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് DGP ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയത്. ജനം, തിരുവനന്തപുരം. തൃശൂരിൽ വീണ്ടും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്നും കോടികൾ നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തി ഉടമകൾ മുങ്ങിയതായി പരാതി. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് പണം തട്ടിയത്. ഇരിങ്ങാലക്കുടയിലെ ബില്യൺ ബീസ് എന്ന സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികളാണ് പോലീസിനെ ഇതിനോടകം ലഭിച്ചിട്ടുള്ളത്. 150 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് പ്രാഥമിക നിഗമനം. 1,95 ലക്ഷം രൂപ നിക്ഷേപിച്ച ആളുടെ പരാതിയിലാണ് പോലീസ് ആദ്യ കേസെടുത്തിട്ടുള്ളത്. സ്ഥാപന ഉടമകളായ നടവരമ്പ് സ്വദേശി ബിബിൻ, ഭാര്യ ജയ്ത, ബിബിന്റെ സഹോദരൻ സുബിൻ എന്നിവർക്കെതിരെയാണ് കേസ്. ബിബിൻ, ഭാര്യ ജയ്ത, ബിബിന്റെ സഹോദരന്മാരായ സുബിൻ, ലിബിൻ എന്നിവരാണ് സ്ഥാപനത്തിന്റെ ഉടമകൾ. 10 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം 30,000 രൂപ ലാഭവിഹിതം തരാമെന്നും ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ്. പ്രതികളുടെ അക്കൗണ്ടുകൾ വഴിയായിരുന്നു പണം സ്വീകരിച്ചിരുന്നത്. സ്ഥാപനത്തിന്റെ ഉടമകൾ ദുബായിലേക്ക് മുങ്ങിയതായി നിക്ഷേപകർ പറയുന്നു. 32 പരാതികളാണ് തൃശൂർ റൂറൽ SP ഇതുവരെ കൈമാറിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ സ്ഥാപനത്തിനെതിരെ നിരവധി പേർ പരാതിയുമായി എത്തുമെന്നാണ് പോലീസിന്റെ കണക്കൂട്ടൽ. ജനം, തൃശൂർ. ഇടുക്കി അണക്കരയിൽ 11 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. ചേർത്തല സ്വദേശി രാജു ചാക്കോയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സുഹൃത്തായ യുവതിയുടെ മകളെയാണ് ഇയാൾ പീഡനത്തിന് ഇരയാക്കിയത്. അണക്കരയിൽ പൂവ്യാപാരം നടത്തുന്ന വ്യക്തിയാണ് പിടിയിലായ രാജു ചാക്കോ. ആലപ്പുഴ ചേർത്തല സ്വദേശിയായ രാജു അണക്കരയിൽ വടക്ക് താമസിക്കുകയാണ്.
ഇതിനിടെയാണ് സുഹൃത്തായ വെള്ളത്തൂവൽ സ്വദേശിനിയുടെ മകളെ പീഡനത്തിനിരയാക്കിയത്. ഇവർ അണക്കരയിലെ പ്രതിയുടെ വ്യാപാര സ്ഥാപനത്തിൽ പലപ്പോഴായി എത്തിയിരുന്നു. ഈ സമയത്താണ് അതിക്രമം നടന്നത്. സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിനിടെയാണ് പെൺകുട്ടി പീഡന വിവരം പുറത്തു പറഞ്ഞത്. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ വെള്ളത്തൂവൽ പോലീസിൽ വിവരം അറിയിച്ചു. സംഭവം നടന്നത് വണ്ടൻമേട് പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ കേസ് പോലീസിന് കൈമാറുകയായിരുന്നു. പിടിയിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ്. വി വിനീഷ്.